ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഗൂസിനെയാണ് ഉണ്ടാക്കുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് 21 സെൻറ്റിമീറ്റർ അളവിൽ സ്ക്വയർ ഷേപ്പിലുള്ളൊരു പേപ്പറാണ്. ആദ്യം പേപ്പർ ഈക്വൽ ഹാഫായിട്ട് ഇത് അതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇനി മുകളിലെ കോർണറിൽ നിന്ന് പേപ്പർ അതേപോലെ ഇങ്ങനെ ചിരിച്ച് മടക്കി കൊടുക്കാം. മടക്കി കഴിയുമ്പോൾ പേപ്പറിൻ്റെ താഴത്തെ ആ കോർണർ നമ്മൾ രണ്ടായിട്ട് മടക്കിയ ആ ഒരു പാടിലേക്കാണ് മടക്കിയിട്ട് വെക്കേണ്ടത്. ഇനി ആ പേപ്പർ നിവർത്തിയിട്ട് നമ്മളിപ്പോൾ മടക്കിയ ഒരു പാട് വീണിട്ടുണ്ടായിരിക്കും. ആ പാടിലേക്കായിട്ട് ഇത് അതേപോലെ ഇങ്ങനെ രണ്ടായിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കി കൊടുക്കാം. അതിനുശേഷം അടുത്ത കോർണറിൽ നിന്ന് നമ്മളിപ്പോൾ മടക്കിയ ഭാഗത്തിലേക്കായിട്ട് മടക്കി കൊടുക്കാം. ഈ ഒരു രീതിയിലായിരിക്കും നമുക്കിപ്പോൾ കിട്ടുക. ഇനി ഇപ്പം മടക്കിയ പേപ്പർ നിവർത്തി കഴിഞ്ഞ് അതിൻ്റെ ഹാഫായിട്ടൊന്ന് ഇതേപോലെ ഇങ്ങനെ മടക്കിയെടുക്കുക. അപ്പോൾ രണ്ട് കോർണറിലും ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഇനി അതിൻ്റെ താഴെയുള്ള പേപ്പർ മുകളിലേക്കായിട്ട് മടക്കി കൊടുക്കുക. അതിനുശേഷം താഴേന്ന് മുകളിലേക്ക് ഇത് അതേപോലെ ഇങ്ങനെ ചെരിച്ച് മടക്കിയെടുക്കുക. രണ്ട് സൈഡും ഒരേപോലെ തന്നെ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലായിരിക്കും നമുക്കിപ്പോൾ കിട്ടുക. ഇനി നമ്മളത് സെൻറ്ററിൽ നിന്ന് ഈക്വൽ ഹാഫായിട്ട് കൂടി ഒന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം താഴേന്ന് ആ പേപ്പറും മുകളിലേക്ക് എടുത്തിട്ട് സെൻറ്ററിലെ ആ ലൈനിലേക്ക് വരുന്ന മാതിരി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ മടക്കിയെടുക്കേണ്ടത്. അടുത്ത സൈഡ് നമുക്ക് ഇതേപോലെ തന്നെ മടക്കി കൊടുക്കാം. മുകളിൽ നിന്നും താഴെ നിന്നുമായിട്ട് സെൻറ്ററിലേക്ക് ഇത് അതേപോലെ ഇങ്ങനെ മടക്കിയെടുക്കാം. മടക്കി കഴിഞ്ഞിട്ട് പേപ്പർ നിവർത്തി കഴിയുമ്പോൾ നമുക്ക് താഴത്തെ കോർണർ മുകളിലേക്കായിട്ട് കിട്ടണം. ഇനി ആ താഴേക്ക് വെച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഡയമണ്ട് ഷേപ്പിലായിരിക്കും കിട്ടുക. ഇനി ആ താഴത്തെ പോർഷൻസ്, താഴത്തെ ട്രയാങ്കിൾ ഷേപ്പിലുള്ള പോർഷൻസ് മുകളിലേക്കായിട്ട് വെക്കാം. ഇനി അത് ഇതേപോലെ രണ്ട് സൈഡിലേക്കുമായിട്ടൊന്ന് മടക്കി കൊടുക്കാം. മടക്കി കഴിയുമ്പോൾ ആ പേപ്പർ നിവർത്തിയിട്ട് അതേപോലെ സെൻറ്ററിലേക്കായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പുറത്തോട്ട് വരുന്ന മാതിരി പ്രസ് ചെയ്ത് വെക്കാം. അടുത്ത സൈഡും അതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഗൂസിൻ്റെ കാലുകളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് രണ്ട് സൈഡിലേക്കും വരുന്ന മാതിരി ഇത് അതേപോലെ ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പേപ്പർ നേരെ തിരിച്ച് പിടിക്കാം. അതിനുശേഷം താഴേന്ന് മുകളിലേക്കായിട്ട് ഇത് അതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം. മടക്കി കഴിയുമ്പോൾ ഈ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുക. ഇനി അതിൻ്റെ ടോപ്പ് പോർഷൻ മാത്രം അതേപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ മടക്കിയെടുത്ത ചെറിയ പോർഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ടിപ്പിൽ അതേപോലെ ഇങ്ങനെ ചെറുതാക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനെയായിരിക്കും നമുക്കിപ്പോൾ കിട്ടുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കാലുകളുടെ ഭാഗം സെറ്റ് ചെയ്ത വശത്തിലേക്ക് പേപ്പർ അതേപോലെ ഇങ്ങനെ ഈക്വൽ ഹാഫായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇനി നെക്കിൻ്റെ പോർഷൻ വരുന്ന ഭാഗം മുകളിലേക്കായിട്ട് അതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഹെഡിൻ്റെ പോർഷൻ സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഇതേപോലെ ഇങ്ങനെ സെൻറ്ററിൽ നിന്നൊന്ന് മടക്കി കൊടുക്കാം. മടക്കിയിട്ട് പേപ്പർ നിവർത്തി കഴിയുമ്പോൾ നമുക്കൊരു വി ഷേപ്പിലായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഇനി ആ ഭാഗം ഉള്ളിലേക്ക് വെച്ചിട്ട് ബാക്കിയുള്ള പേപ്പർ മുകളിലേക്ക് വരുന്ന മാതിരി ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്ക് പോർഷനാണ് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ബാക്കിൽ വരുന്ന ആ പേപ്പർ അതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. മടക്കി നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. പേപ്പർ നിവർത്തി കഴിയുമ്പോൾ നമുക്ക് ഉള്ളിലായിട്ട് ഇത് അതേപോലെ ഒരു വി ഷേപ്പിൽ കിട്ടും. നമ്മൾ ഹെഡ് പോർഷൻ ചെയ്ത പോലെ തന്നെ ബാക്കിലെ ഭാഗങ്ങളും ചെയ്തെടുക്കാം. അറ്റത്ത് വരുന്ന പേപ്പർ മുകളിലേക്കായിട്ട് വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കാലുകളാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മളിപ്പോൾ ചെയ്ത സെയിം രീതിയിൽ തന്നെയാണ് കാലുകളും ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് പേപ്പർ ഒന്ന് മടക്കി കൊടുക്കുക. മടക്കി കഴിയുമ്പോൾ പേപ്പർ നിവർത്തിയിട്ട് ഹെഡ് പോർഷൻ വരുന്ന ഭാഗത്തിലേക്ക് ആക്കിയിട്ട് അതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.
അപ്പം അത്രയേ ഉള്ളൂ. എത്ര പെട്ടെന്ന് ഈസി ആയിട്ട് നമ്മളൊരു ഗൂസിനെ ഉണ്ടാക്കിയെടുത്തത്. ഇനി നമുക്കിതിലേക്ക് കണ്ണുകൾ വരച്ചു കൊടുക്കാം. ഇനി കുറച്ചും കൂടി ഒന്ന് ഭംഗി വരുത്തുന്നതിനായിട്ട് ഞാൻ കൊക്കിൻ്റെ ഭാഗവും കാലുകളുടെ ഭാഗവും ഓറഞ്ച് കളർ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കുട്ടി ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലെയൊരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.